അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ വിവേചനാനുഭവങ്ങളിലൂടെ കാലങ്ങളിലൂടെ കടന്നു വന്ന് പോരാട്ടങ്ങൾ പതിയെ പതിയെ രൂപപ്പെട്ട് നമ്മൾ നിഷ്കാസനം ചെയ്തതാണ്, അഗണ്യകോണിൽ തള്ളിയതാണ് ജാതി വ്യവസ്ഥയും അതിന്മേലുള്ള ക്രൂരമായ വിവേചനങ്ങളും എന്ന് പറയുമ്പോൾ ഇപ്പോഴും കാണാം ചില ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ആ വിവേചനം നിലനിൽക്കുന്നുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. RSS അനുബന്ധ പ്രസിദ്ധീകരണം പാഞ്ചജന്യം കേവലം ഒരു ആർട്ടിക്കിളിലല്ല, അതിൻ്റെ എഡിറ്റോറിയലിൽ തന്നെ പറയുകയാണ് ഈ ജാതി വ്യവസ്ഥ അങ്ങേയറ്റം മഹത്തരമാണ്, അതാണ് ഇന്ത്യ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. ഈ നൂറ്റാണ്ടിൽ ആ നിലപാട് അപകടകരമാണ്, വിചിത്രമാണ്. അംബേദ്കറും അയ്യങ്കാളിയും അടക്കം പോരാടി തോൽപ്പിച്ച നിറുവുകെട്ട വ്യവസ്ഥയെ വീണ്ടും ക്ഷണിച്ചിരുത്താൻ അണിയറയിൽ നടക്കുന്നുണ്ടോ രാഷ്ട്രീയ ഗൂഢനീക്കങ്ങൾ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ രാജു പി നായർ, ശ്രീ RV ബാബു, ശ്രീ ദിനു വെയിൽ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ RV ബാബു. ശ്രീ RV ബാബു, ശരിയാണ്, ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ജാതി സെൻസസ് എന്ന ആവശ്യം വിടുന്നതേയില്ല. അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് BJP തിരിച്ചറിയുന്നുണ്ട്. വേണോ വേണ്ടയോ എന്നൊരു കൃത്യം നിലപാട് പോലും പറയാനാകാതെ വിറച്ചു നിൽപ്പാണ് BJP. ആ വിഷമസന്ധിയിൽ അതിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു കുനിഷ്ട നീക്കമായി കാണണോ ഈ പാഞ്ചജന്യം എഡിറ്റോറിയൽ? അതോ ഈ മനുസ്മൃതിയൊക്കെ പറയും പോലെ ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ ആഗ്രഹിക്കും പോലെ ആ ശ്രേണീബദ്ധ ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി കാണണോ ശ്രീ RV ബാബു? അല്ല, അത് ഒന്നാമത്തെ കാര്യം, ഈ RSSന് ഈ ജാതി ഈ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ പേരിലുള്ള വിവേചനം, അയിത്തം, തൊട്ടുകൂടായ്മ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രഖ്യാപിതമായ ഒരു നയമുണ്ട്, ഒരു നിലപാടുണ്ട്. അത് പൂജനീയ സർസംഘചാലക്, അതായത് RSSന്റെ സ്ഥാപകന്റെ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ നാരായണ ഗുരുദേവന്റെ ഒക്കെ വചനങ്ങൾ പറയാറുണ്ടല്ലോ, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്ന അതൊരക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി, അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലൂടെ നടപ്പാക്കി അതിൻ്റെ പ്രവർത്തകരിലേക്ക് ആ സംസ്കാരം വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതങ്ങനെയാണ് തുടങ്ങിയതും. അതുകൊണ്ട് RSSൽ ജാതി ചോദിക്കാറില്ല, പറയാറില്ല, ചിന്തിക്കാറില്ല. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത്, ജാതിയെ സംബന്ധിച്ച് ചർച്ച വന്ന സമയത്തൊക്കെ ഹൈന്ദവ സോദര സർവേ ന ഹിന്ദു പതിതോ ഭവേത് എന്ന പ്രഖ്യാപിതമായ മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും സഹോദരന്മാരാണ് എന്ന ചിന്തയാണ് RSS മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, RSSന്റെ സർസംഘചാലക് ബാലാസാഹേബ് ദേവറസ്, അദ്ദേഹം ജാതിയുടെ പേരിലുള്ള അയിത്തം, തൊട്ടുകൂടായ്മ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ല. RSSന്റെ ഇപ്പോഴത്തെ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത്, അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് പറഞ്ഞത്, ജാതിയുടെ പേരിലുള്ള ഈ പറയുന്ന അടിച്ചമർത്തലുകൾ 2000 വർഷം കാലം ഈ ഒരു കൊണ്ടുണ്ടായിട്ടുള്ള അടിച്ചമർത്തലുകൾ, അതിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഇനിയൊരു 200 വർഷക്കാലത്തേക്ക് കൂടി സംവരണം വേണമെങ്കിൽ, അവർക്ക് പ്രത്യേകമായ പരിഗണന വേണമെങ്കിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ്, 2023-ലാണ്. അപ്പോൾ മൊത്തത്തിൽ ജാതിയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RSSന്റെ നയം എന്താണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, പാഞ്ചജന്യ വാരികയിൽ വന്നിട്ടുള്ള ഈ ലേഖനം, അത് 3 ആഴ്ചയ്ക്ക് മുമ്പ് വന്നൊരു ലേഖനമാണ്, പുതിയതല്ല, 3 ആഴ്ച പഴക്കമുള്ളൊരു ലേഖനമാണ്. പാഞ്ചജന്യ വാരിക എന്ന് പറയുമ്പോൾ RSSന്റെ അഭിപ്രായം പറയുന്ന ഒരു വാരികയാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട. RSSന്റെ അഭിപ്രായം പറയുന്നത് RSSന്റെ സർസംഘചാലകാണ്, RSSന്റെ സർക്കാര്യവാഹാണ്. നാളിതുവരെ കോൺഗ്രസിന്റെ ഉൽപ്പന്നമല്ല, RSSന്റെ അഭിപ്രായം അല്ലാത്ത അഭിപ്രായങ്ങൾ അല്ല. പാഞ്ചജന്യം എന്തായാലും ഒരു കോൺഗ്രസിന്റെയോ ഏതെങ്കിലും RSS വിരുദ്ധ ആശയധാരയുടെയോ ഒരു മാസികയല്ല. അതിന്റെ ഫൗണ്ടിംഗ് എഡിറ്റർ എന്ന് പറയുന്നത് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി ആണ്. RS മൽക്കാനി അടക്കമുള്ള എഡിറ്റർമാരായിട്ടുണ്ട്. RSSന്റെ സിമ്പതൈസ്, RSSന്റെ നേതാക്കളൊക്കെ അതുമായി എപ്പോഴും ചെയ്യും. RSSന്റെ മുഖമാസികയാണോ ചോദിച്ചാൽ മുഖമാസികയല്ല, ഇതിപ്പോൾ ഓർഗനൈസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ RSS നിലപാടുകൾ കാലങ്ങളായി കൃത്യമായി പറഞ്ഞു വരുന്ന ഒന്നാണ് പാഞ്ചജന്യ. ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കുമോ ആഷ്മി? എനിക്ക് എന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മളൊരു ഇൻട്രൊഡക്ടറി ഘടകമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ അവസരമുണ്ടല്ലോ, അപ്പം ശല്യപ്പെടുത്തിയാൽ പോരെ. ഞാൻ പറഞ്ഞത്, RSSന്റെ അഭിപ്രായം പറയുന്നത് RSSന്റെ സർസംഘചാലകാണ്, സർക്കാര്യവാഹാണ്. RSSന്റെ അഭിപ്രായങ്ങളല്ല പലതും കേസരിയിലോ അല്ലെങ്കിൽ പാഞ്ചജന്യത്തിലോ ഓർഗനൈസറിലോ വരാറുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങളടക്കമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനെന്നെ സമ്മതിക്കുക. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്
ഇൻഫോസിസ് എന്ന് പറയുന്ന സ്ഥാപനം, പ്രഖ്യാപിതമായ സ്ഥാപനം, ശ്രീ നാരായണമൂർത്തിയുടെ ഇൻഫോസിസിനെതിരായിട്ട് ഇൻഫോസിസ് പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം പാഞ്ചജന്യ പ്രസിദ്ധീകരിച്ചു. ഇതേ പാഞ്ചജന്യ തന്നെ. അത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അന്ന് RSSന്റെ ഒരു കാര്യകർത്താവ് പറഞ്ഞു, അത് RSSന്റെ അഭിപ്രായമല്ല, അത് പാഞ്ചജന്യയുടെ അഭിപ്രായമാണ്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല. ഇതേ രീതിയിൽ ആമസോണിനെ കുറിച്ച് ഒരു ലേഖനം ആമസോണിനെതിരായിട്ട് വന്നു. RSS അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഞാൻ ഈ ഹാഷ്മിക്ക് പരിചയമുള്ള ഒരാളുടെ ലേഖനം കേസരിയിൽ വന്നത് ഞാൻ പറയാം. കേരളം കാത്തിരിക്കുന്ന സൗഹൃദം എന്ന പേരിൽ ശ്രീ TG മോഹൻദാസ് കേസരിയിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനം ശ്രീ TG മോഹൻദാസിന്റെ അഭിപ്രായമാണ്, അത് RSSന്റെ അഭിപ്രായമല്ല. ഇനി കുറച്ചുകൂടി പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന പ്രവർത്തകർ, ശ്രീ മാനനീയ R ഹരിയേട്ടൻ എന്ന് പറയുന്ന R ഹരിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം കേസരിയിലും ഒരു പുസ്തകമായിട്ടും അച്ചടിച്ച് ഇറങ്ങിയതാണ് ഈ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള പുസ്തകം. ഹാഷ്മി കണ്ടു കാണും മിക്കവാറും, കാരണം നിങ്ങളെല്ലാവരും വായിക്കാൻ സാധ്യതയുള്ളതാണ്. ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് ഇറങ്ങിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഞാനിത് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത് പാഞ്ചജന്യം RSS ബന്ധമില്ല അടുത്തടുത്ത്. പക്ഷെ അങ്ങ് പറഞ്ഞ ഉദാഹരണം ഇപ്പോൾ ഇൻഫോസിസിന്റെ കാര്യം താങ്കൾ പറയുന്നത് എന്തായിരുന്നു പാഞ്ചജന്യം പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ അത് ഇന്ത്യൻ സമൂഹത്തെ കൊള്ളയടിക്കാന്ന് മാത്രമായിരുന്നില്ല. ദേശവിരുദ്ധ ശക്തികളുമായി ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രത്തെ തകർക്കാനുള്ള ശക്തികളുമായി ചേർന്നുകൊണ്ട്, പല ഭീകരവാദ ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട്, അങ്ങനെ അങ്ങേയറ്റത്തെ ജുഗുപ്സാവകമായ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അങ്ങേയറ്റം ജുഗുപ്സ ഉളവാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് RSS അതിനെ തള്ളി പറഞ്ഞത്. ആമസോണിനെ പറ്റി പറയുന്നതും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ആമസോണിനെ പറ്റി പറഞ്ഞ എന്താണ്? രണ്ടാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. ആമസോണിനെ പറ്റി അതല്ലാതെ ഇത് കേവലം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത് കളയുന്നു എന്ന് പറഞ്ഞു ഒഴുക്കാൻ വേണ്ടി പോയതല്ല. നാരായണമൂർത്തിയുടെ സ്ഥാപനത്തെ പറ്റി ഭീകരവാദ ബന്ധം ആരോപിക്കുകയായിരുന്നു അന്ന് പാഞ്ചജന്യ. പറയട്ടെ, ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് പാഞ്ചജന്യയുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞത്, അത് RSSന്റെ അഭിപ്രായമല്ല. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ അത് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആമസോൺ രണ്ടാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെന്ന് പറഞ്ഞു. ഇൻഫോസിസിനെതിരായിട്ട് പൊതുജനങ്ങളെ, അതായത് ഇൻഫോസിസ് ആണ് ഈ സോഫ്റ്റ്വെയർ മുഴുവൻ കൊടുക്കുന്നത്, ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കൊള്ളയടിയെക്കുറിച്ച് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പാഞ്ചജന്യയുടെ അഭിപ്രായമാണ്. ഇനി പാഞ്ചജന്യയുടെ ആ ലേഖനത്തിന്റെ മെറിറ്റിലേക്ക് പോലും കടന്നാൽ, ഞാൻ അവസാനമാണ് കേട്ടത്, എനിക്ക് കയറാൻ കുറച്ച് താമസം വന്നു. ശരി, നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഉറപ്പായും എത്തും. ശ്രീ രാജു P. നായർ, ഇതൊരു പാഞ്ചജന്യമായ നിലപാടെ മാറ്റുന്ന ഒന്നല്ല. ഇപ്പൊ ലോക്സഭയിൽ ഈ ജാതി സംവരണവുമായി കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധിയെ നോക്കി പരോക്ഷമായി ജാതി അറിയാത്തവരാണ് ജാതി സെൻസസിനെ പറ്റി പറയുന്നത് എന്ന നിലവാരം കുറഞ്ഞ പ്രതികരണം നടത്തുന്നുണ്ട്. ആ നിലവാരം കുറഞ്ഞ പ്രതികരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, സാക്ഷാൽ പ്രധാനമന്ത്രി എക്സ് ഹാൻഡിൽ അദ്ദേഹം അത് പങ്കുവെക്കുന്നുണ്ട്. മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞത് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ജാതി സെൻസസ് അപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറയുന്നുണ്ട്, ശ്രീ അനുരാഗ് താക്കൂർജി, നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അബ്യൂസ് ചെയ്തോളൂ, നിങ്ങൾ എന്നോട് മാപ്പ് പറയാൻ ഞാൻ ആവശ്യപ്പെടില്ല, പക്ഷേ ജാതി സെൻസസ് ഈ പാർലമെന്റിൽ നടപ്പാക്കും എന്നുറച്ചു പറയുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഈ പാഞ്ചജന്യയുടെ ലേഖനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഈ ജാതി സെൻസസ് എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് നിലവിൽ നിൽക്കുന്ന ഡിവൈഡിനെ ഛിന്ന ഭിന്നമാക്കി ഡിവൈഡ് ആൻഡ് റൂളിന്റെ രാജാവാകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. രാഷ്ട്രീയം കൂടിയാണ് രാജു P. നായർ. ഇപ്പോൾ അറിവാവ് പറയും പോലെ RSSും പാഞ്ചജന്യയും BJP പാഞ്ചജന്യവും ഒരു ബന്ധവുമില്ല. പാഞ്ചജന്യത്തിന് മാത്രം നിലപാടാണ്, സ്റ്റാൻഡ് അലോൺ സംഗതിയാണ് പാഞ്ചജന്യ. അത് നിലനിൽക്കുന്ന വാദമാണോ? ഹാഷ്മി, ഇന്നലെ മണിപ്പൂർ MP എറണാകുളം DCCയിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അതിനകത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ, കാരണം എല്ലാവരെയും ഇല്ലാതെയാക്കുന്ന അദൃശ്യരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മണിപ്പൂരും ഇന്ത്യയിൽ അദൃശ്യമായി മാറിയെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ അദൃശ്യരായവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഇന്ന് RSS നടപ്പാക്കാൻ ശ്രമിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഉണ്ടായിരുന്ന അവരുടെ ആശയമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ആ ആശയം ഇന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ജാതി വ്യവസ്ഥയെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വളരെ സത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ നമ്മളെല്ലാം കുഴിച്ചുമൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പൂർണ്ണമായി കുഴിച്ചുമൂടി എന്ന് പറയില്ല, പക്ഷെ പൂർണ്ണമായി കുഴിച്ചുമൂടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥയെ, ശ്രേണീകൃത ജാതി വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്താ പാഞ്ചജന്യത്തിൽ പറയുന്നത്? ഇന്ത്യയെ ഏകീകരിക്കുന്ന ജാതി വ്യവസ്ഥ. എങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചത്?
നമ്മുടെ പതിറ്റാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നിലൊന്നും അല്ലല്ലോ, ഈ 100 വർഷങ്ങൾക്ക് മുമ്പിലാണല്ലോ ഈ ജാതി വ്യവസ്ഥയിൽ ഉൾപ്പെട്ട താഴ്ന്ന ജാതി എന്ന് വിളിക്കപ്പെടുന്നവർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ. ആ ദുരവസ്ഥയെല്ലാം നമ്മൾ കണ്ടതല്ലേ. സവർണ ഹിന്ദുത്വത്തിൻ്റെ ചവിട്ടടിയിൽ ചവിട്ടി അരക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം, അവരുടെ മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ നവോത്ഥാനത്തിലേക്ക് എത്തിയത്. ആ നവോത്ഥാനം കടന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന രാഷ്ട്രീയം, ആ ഏറ്റവും താഴേക്കിടയിലെന്ന് ഇവർ പറഞ്ഞു വെക്കുന്ന മനുഷ്യർക്ക് ഈ രാജ്യത്തിൻ്റെ സ്വത്തിൽ, ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ തുല്യ പങ്കാളിത്തം വേണം എന്നുള്ള ആശയമാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അങ്ങ് പറഞ്ഞ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനം. ആ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനം പോലും രാജ്യത്ത് തുല്യാവകാശം അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് പാഞ്ചജന്യം പറയുന്നു 150 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശ്രേണീകൃത ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയെ ഒരുമിപ്പിച്ചത്. അതിനെ തകർക്കുന്നതിലൂടെ ഇന്ത്യയെ വിഭജിക്കാൻ നോക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തൊഴിലിൻ്റെ അടിസ്ഥാനം തന്നെയായിരുന്നു, കുലത്തൊഴിലിൻ്റെ അടിസ്ഥാനം തന്നെയായിരുന്നു ജാതി വ്യവസ്ഥ. അപ്പം ഇവർ ആ 150 വർഷം മുൻപത്തെ ജാതി വ്യവസ്ഥയുടെ ഒരു ഇതിൽ നിന്ന്, സെൻട്രൽ പോയിന്റിൽ നിന്ന് അവർ വ്യതിചലിക്കാൻ പോലും തയ്യാറല്ല. അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും അവരെ വിഭജിക്കപ്പെടണം എന്നുള്ള ആശയമാണ് ഇന്നും അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2024 നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരെയൊക്കെ ചാട്ടവാർ അടിച്ച് ഓടിക്കണ്ടേ? ഈ നാട്ടിൽ നിന്ന് ചാട്ടവാർ അടിച്ച് ഓടിക്കണ്ടേ? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഹാഷ്മി ഒരു BJPയുടെ പ്രതിനിധി എന്ന് വിളിച്ചില്ല എന്നുള്ളത്. കാരണം ഇത് ജാതി സമ്പ്രദായത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല, മറിച്ച് ഇത് ഇന്നത്തെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയുടെ പ്രതിനിധി ഇതിനകത്ത് രാഷ്ട്രീയമായ അഭിപ്രായം പറയേണ്ടതില്ല. RV ബാബു ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗത്തില്ല, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മറുപടി പറയേണ്ട കാര്യമില്ല, പലപ്പോഴും ഒഴിഞ്ഞു മാറിയുള്ള മറുപടികൾ പറയാം. പക്ഷേ BJPയുടെ പ്രതിനിധിക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തോട് രാഷ്ട്രീയമായ മറുപടി പറയാനുണ്ടായിരുന്നു. അവരെ വിളിക്കാതിരുന്നത് ശരിയായില്ല ഹാഷ്മി, അവർ പറയണമായിരുന്നു. കാരണം ജാതി സെൻസസ് എന്ന് പറയുന്ന രാഷ്ട്രീയ ആവശ്യത്തിൽ ഇന്ന് എതിര് നിൽക്കുന്നോ എന്ന് ചോദിച്ചാൽ എതിര് നിൽക്കുന്നില്ല. എന്നാൽ അതിനെ പാഞ്ചജന്യത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP. എന്താ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ജാതി സെൻസസിലൂടെ? ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ അവസാനം നിൽക്കുന്ന മനുഷ്യനും വിഭവങ്ങളിൽ പങ്കാളിത്തം വേണം. ഈ രാജ്യത്ത് സർക്കാർ ജോലികളിൽ, ഈ രാജ്യത്തെ മറ്റ് മേഖലകളിൽ, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മേഖലയിലൊന്നും ഇവർ അദൃശ്യരാണെന്നും. ആ അദൃശ്യരായി നിൽക്കുന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയം ഇന്ന് രാജ്യം സംസാരിക്കുന്നില്ല. അത് സംസാരിക്കാത്തതിൻ്റെ കാര്യം അവർക്ക് പങ്കാളിത്തമില്ലാത്തതുകൊണ്ടാണ്. അതിന് ഒട്ടേറെ എന്താ പറയുക, ഒരു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജാതി സെൻസസ് നടത്തി ഈ രാജ്യത്ത് അവകാശങ്ങൾ മനുഷ്യന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ കണക്ക് നമുക്ക് വേണമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനെ അവഹേളിക്കുന്നവരാണിവർ, അതിനെ ആക്ഷേപിക്കുന്നവരാണിവർ. അതിന് അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച് പോലും ചോദ്യം ചെയ്തു. ഒരിക്കലും അനുരാഗ് താക്കൂറിൻ്റെ സംസ്കാരത്തിൽ രാഹുൽ ഗാന്ധി ജനിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്ക് ഹാഷ്മി പറഞ്ഞ പോലെ സിമ്പിളായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ, എന്തൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആക്രമണം നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ഡെപ്ത് ഉണ്ട്. കാരണം അയ്യങ്കാളിയും ഈ രാജ്യത്ത്, ഈ നാട്ടിൽ സാമൂഹിക പരിവർത്തനം നടത്തിയവരെ മുഴുവൻ ആക്ഷേപിച്ച ചരിത്രം ഈ സവർണ ഹിന്ദുത്വങ്ങൾക്കുണ്ട്. ഈ സവർണ ഹിന്ദുക്കൾ നമുക്കറിയാമല്ലോ, നമ്മുടെ തൊട്ടപ്പുറത്താണല്ലോ വൈക്കം ഇണ്ടംതുരുത്തി മനയുണ്ടായിരുന്നത്. ആ ഇണ്ടംതുരുത്തി മനയിൽ ദളിതരുടെ നടക്കാനുള്ള അവകാശം, അമ്പലത്തിനകത്തല്ല, അമ്പലത്തിന് ചുറ്റിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ അവരോട് സംസാരിക്കാൻ വന്ന മഹാത്മാഗാന്ധിയെ പുറത്ത് പന്തലിട്ടിരുത്തിയതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നീചജന്മങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ അവകാശമില്ല എന്നാണ്. മനസ്സിലായില്ലേ? ആ അതേ ആശയം ഇന്നിവർ അത് കൊണ്ടുവരികയാണ്, കുറച്ച് പോളിഷ് ചെയ്തു മാത്രം. കാരണം അതിനകത്ത് ബംഗാളിലെ നെയ്ത്തുകാരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ഈ തോട്ടിപ്പണി ഉൾപ്പെടെ ചെയ്യുന്ന പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട പശുവിൻ്റെ തോലുരിച്ച് നടക്കുന്ന ദളിത് കുലത്തൊഴിലിനെ കുറിച്ച് ഇവർ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ശ്രേണീകൃത ജാതി വ്യവസ്ഥ
അതാണ് ഈ രാജ്യത്തിന് ആവശ്യം. നമുക്ക് ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ സംവരണത്തിൻ്റെയും എല്ലാം, കാരണം സാമ്പത്തിക സംവരണത്തെ പോലും എതിർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള കാര്യം അഡ്രസ് ചെയ്യണം, ഒരു തർക്കവുമില്ല. പറഞ്ഞു പൂർത്തിയാക്കുക. അല്ല, അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ പറയുമ്പോൾ അതിനെയെല്ലാം ജാതീയമായി രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവർ വരുത്തുന്നത്. എന്താ ജാതി സെൻസസ് പറയുമ്പോൾ എന്താ? രാഹുൽ ഗാന്ധി ഇന്ത്യയെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആക്ഷേപിച്ചത് ആരാ? പ്രധാനമന്ത്രിയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജാതി വ്യവസ്ഥ ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അതിനിപ്പുറത്തു കൂടി RSS ഈ രാജ്യത്തെ ജാതി വ്യവസ്ഥ, ശ്രേണീകൃത ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇവർക്ക് അവകാശങ്ങൾ പോലും കൊടുക്കരുത്. ഈ പറയുന്ന ഏറ്റവും അവസാനം നിൽക്കുന്ന മനുഷ്യന് ജാതിയിൽ അവർക്ക് അവകാശങ്ങൾ പോലും കൊടുക്കാൻ പാടില്ല. ഞങ്ങളെ കണ്ടാൽ 32 അടിയും 64 അടിയും ദൂരത്ത് മാറി നടക്കുന്ന ജാതി വ്യവസ്ഥ തിരിച്ചു വരണം എന്നല്ലേ പറയുന്നത്. കാരണം മുഗളന്മാർ വരുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം, അതിൻ്റെ അന്തർലീനമായി കിടക്കുന്ന ആശയം ആലോചിച്ച് നോക്കണം. മുഗളന്മാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തിയ ജാതീയതയാണ്. മുഗളന്മാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ജാതീയത എന്തായിരുന്നു? അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ രാജ്യത്ത് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യയുടെ ജാതീയത? അണുക്കളുടെ കീടങ്ങളുടെ പോലും അവകാശമില്ലാത്ത മനുഷ്യരെ അവർക്ക് ഭക്ഷണം കൊടുത്തും അവർക്ക് വേണ്ടി പഠിപ്പ് കൊണ്ടുവന്നും ഉണ്ടാക്കി മാറ്റിയതല്ലേ മിഷണറിമാർ മുതൽ ഇങ്ങോട്ടേക്ക് വന്ന സാമൂഹ്യ പരിവർത്തനം മുഴുവൻ. അപ്പോൾ ആ ഏകീകൃത രാജ്യം തിരിച്ചു വരണമെങ്കിൽ ഈ രാജ്യത്തെ ദളിതർക്ക് അവകാശം പോലുമില്ലാതെ നോൺ എൻറ്റിറ്റിയാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കേളികൊട്ടാണ്. ശരി, ശ്രീ ദിനു ഇവിടെ ഇപ്പോൾ തോട്ടിപ്പണിയെ കുറിച്ച് പറഞ്ഞു രാജു പി നായർ. നമ്മുടെ തോട്ടിപ്പണി ചെയ്യുന്ന വാൽമീകി സമുദായം അത് ചെയ്യുമ്പോൾ അവർ ആത്മീയമായ അവർ ചെയ്യുന്നത് അരി വാങ്ങാനല്ല, അവർ ആത്മീയാനുഭൂതിയുടെ അടിസ്ഥാനത്തിലാണ്, ദൈവത്തിൻ്റെ ഉൾവിളിയുടെ അടിസ്ഥാനത്തിലാണ്, ദൈവം അവരെ ഏൽപ്പിച്ച പണിയാണ് എന്നൊക്കെ പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ കർമ്മയോഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. പോട്ടെ, അത് മറ്റൊരു വിഷയം. ദിനു, ബീഹാറിൽ ഈ ജാതി സെൻസസിൻ്റെ ഏതാണ്ട് ചെറിയ ഭാഗം മാത്രം പുറത്തു വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? അതിമാരകമായ അന്തരമാണ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ തലത്തിലാവട്ടെ, സാമ്പത്തിക തലത്തിലാവട്ടെ, ഏതേത് മേഖല നോക്കിയാലും ഈ പറയുന്ന എന്താണ് SC ST OBC ദളിത് വിഭാഗങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് അതിഭീകരമായ അന്തരമാണ്. അപ്പോൾ രാജ്യം ഒട്ടാകെ ആ സെൻസസ് വരികയാണെങ്കിൽ സാമൂഹികമായി ഉണ്ടാകാൻ പോകുന്നത് സാമൂഹികമായ ഉരുൾപൊട്ടലാണ് ഉണ്ടാകാൻ പോകുന്നത്. ശ്രീ ദിനു, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആ ആവശ്യത്തിൻ്റെ ഭാഗമായി ഈ പഴയ ശ്രേണീബദ്ധ ജാതി വ്യവസ്ഥ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതാണോ, അതോ അക്കാഡമിക്കലി തന്നെ, അതോ പ്രത്യയശാസ്ത്രപരമായി തന്നെ ആഗ്രഹിക്കുന്ന മട്ടിൽ വീണ്ടും ഇതേ മട്ടിൽ അതിൽ വിവേചനം പാടില്ല, പക്ഷേ ഈ ജാതി വ്യവസ്ഥ ഇങ്ങനെ പടിപടിയായുള്ള ഓരോ ജോലികൾ വെച്ച് തിരിച്ചുകൊണ്ടുള്ള ഓരോ കള്ളികളിലായി നിർത്തിക്കൊണ്ടുള്ള ജാതി വ്യവസ്ഥ ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെ കരുത്താണെന്ന് പറയുന്നു പാഞ്ചജന്യ മാസിക, ഹിന്ദു ഡിഗ്നിറ്റി ആണെന്ന് പറയുന്നു പാഞ്ചജന്യ മാസിക. അത് പ്രത്യയശാസ്ത്രപരമായി അങ്ങനെ ആണോ, അതോ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? ശരി, ഇതിനിപ്പോൾ എത്താവേ, ഓടിക്കെന്തോ ചെറിയ പ്രശ്നം. ഇപ്പോത്താം. രാഹുൽ ഈശ്വർ, പാഞ്ചജന്യ ഇവിടെ ആർട്ടിക്കിൾ വായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അത് രാജ്യത്തെ ഹിന്ദുക്കളുടെ എക്കാലത്തെയും ഡിഗ്നിറ്റി ആയിരുന്നു, എക്കാലത്തെയും ഫ്രട്ടേണിറ്റിക്ക് കരുത്തു പകരുന്ന ഒന്നായിരുന്നു. അതിനെ മുഗളന്മാർ വന്നു, അവർ ആയുധം കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കി, പക്ഷേ അവർക്കത് പിടികിട്ടിയില്ല. അതിനുശേഷം ക്രിസ്ത്യൻ മിഷണറീസ് വന്നു, അവർ സേവനം കൊണ്ട് റിഫോർമേഷൻ കൊണ്ട് അതിനെ പൊളിച്ചു. അങ്ങനെ പൊളിക്കാനുള്ള കാരണം എന്താണ്? രാജ്യത്തെ പൊളിക്കുകയായിരുന്നു ലക്ഷ്യം. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇട്ടത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വൈരമാണെങ്കിൽ പാഞ്ചജന്യം പറയുന്നത് അങ്ങനെയല്ല, അത് ജാതികൾക്കിടയിലുള്ള ഈ പറഞ്ഞ ഭിന്നത ഉണ്ടാക്കുകയായിരുന്നു. ഇക്കാലത്ത് ന്യായീകരിക്കത്തക്കതാണോ രാഹുൽ അത്? ശ്രീ ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്ന്, ഈ ചർച്ചയിൽ ഇരിക്കുന്ന 5 പേരിൽ നിങ്ങൾ ആരും ജാതിവാദി, ബാബുചേട്ടൻ ഒരിക്കലും, ശ്രീ RV ബാബു ഒരിക്കലും ജാതിവാദിയായ ഹിന്ദുവല്ല, ശ്രീ രാജു പി നായർ മതേതരനായ ഒരു കോൺഗ്രസ്സുകാരനാണ്, ദിനുവും അങ്ങനെ പുരോഗമനവും അല്ലെങ്കിൽ ഹാഷ്മിയും ഒക്കെ പുരോഗമനവാദികളായ വ്യക്തിയാണ്. എന്നാൽ ഈ ചർച്ചയിൽ ജാതിവാദിയായ മതവാദിയായ ഒരു വ്യക്തിയുള്ളത് ഞാനാണ്. അതുകൊണ്ട് എന്റെ പോയിന്റ് പറയാൻ നിങ്ങൾ സമയം തരണം. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് 2ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു വശത്ത്
ബ്രാഹ്മണരാണ് അവരുടെ ശത്രുക്കൾ, മറുവശത്ത് മുസ്ലിങ്ങളാണ് അവരുടെ ശത്രുക്കൾ. ഒരു വശത്ത് ബ്രാഹ്മണരെ ശത്രുപക്ഷത്ത് നിർത്തി മുസ്ലിങ്ങളെ, പിന്നോക്കക്കാരെ എല്ലാരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം. അതാണ് DMK ഒക്കെ പറയുന്നത്, അതാണ് നമ്മുടെ സമാജ്വാദി പാർട്ടി കുറച്ചെങ്കിലും പറയുന്നത്. സനാതന ധർമ്മവും ഹിന്ദുയിസവും എല്ലാം ഡെങ്കു, മലേറിയ, എയ്ഡ്സ് ആണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിന്റെ ലൈൻ. മറുഭാഗത്ത് നേരെ തിരിച്ച് മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. അവർ ലവ് ജിഹാദിലൂടെ, ലാൻഡ് ജിഹാദിലൂടെ, തുപ്പൽ ജിഹാദിലൂടെ നമ്മൾ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ നോക്കുന്നു. അപ്പൊ മുസ്ലിം ശത്രു, നമ്മൾ ബാക്കി എല്ലാവരും ഒന്ന് എന്ന് പറയുന്ന രാഷ്ട്രീയം. ഇത് രണ്ടും വല്ലാത്തൊരു രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ യോഗി ആദിത്യനാഥ് ജി പറയും 80 വേഴ്സസ് 20 ആണ്, അതായത് 80 ഹിന്ദുസ് 20 മുസ്ലിംസ്. മറുഭാഗത്ത് നമ്മുടെ അഖിലേഷ് യാദവ് പറയും അങ്ങനെയല്ല, 15 വേഴ്സസ് 85 ആണെന്ന്. 15 സവർണ ഹിന്ദുക്കൾ, 10% ബ്രാഹ്മണരും എല്ലാ സവർണ ഹിന്ദുക്കളും കൂടെ ചേർത്ത് 15, മറുഭാഗത്ത് ഞങ്ങൾ 85. ഇതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കണ്ടേ? ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ശ്രീ രാജു പി നായർ നമ്മുടെ ജാതി സെൻസസിനെതിരല്ല. എനിക്ക് ഉറപ്പുണ്ട് ശ്രീ RV ബാബുവോ BJPയോ RSSലെ ആരും ജാതി സെൻസസിനെതിരല്ല. പക്ഷേ ജാതി സെൻസസിനെ അനുകൂലിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനെ എനിക്കറിയാം. പുള്ളിയുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. 1932 ഇതേ ഓഗസ്റ്റിൽ, ഈ മാസവും പ്രാധാന്യമുണ്ട്, ഈ ഓഗസ്റ്റിൽ 92 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നു റാംസെ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ. അന്ന് ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ ജാതീയമായി വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മരണം വരെ പട്ടിണി കിടന്ന ഒരു രാഷ്ട്രപിതാവ് നമുക്കുണ്ടായിരുന്നു. അന്ന് ശരിക്കും അംബേദ്കർജിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത, മഹാനായ ബാബാ സാഹേബ് അംബേദ്കറിനെ വൈകാരികപരമായി ബ്ലാക്ക്മെയിൽ ചെയ്താണ് അന്ന് അദ്ദേഹത്തെ കൊണ്ട് സെപ്റ്റംബറിൽ പൂന പാക്ട് ഒപ്പിടിയിക്കുന്നത്. ഒരുപക്ഷെ പൂന പാക്ട് ഒപ്പിടുമ്പോൾ പോലും അംബേദ്കർ തിരിച്ചറിയുന്നുണ്ട് രാഹുൽ മഹാത്മാഗാന്ധിയുടെ കാര്യം വിടൂ. രാഹുൽ മഹാത്മാഗാന്ധിയുടെ കാര്യം വിടൂ. വേറൊരു കോൺഗ്രസ്സാണ്, പേര് രാജീവ് ഗാന്ധി എന്നാണ്. ശ്രീ രാഹുൽ, കാലം മുന്നോട്ടേക്ക് പോയി, കാലം പിന്നെയും മുന്നോട്ടേക്ക് പോയി, സാഹചര്യം പിന്നെയും മുന്നോട്ടേക്ക് പോയി. ഈ പറയുന്ന സ്വത്ത്, ഈ പറയുന്ന അധികാരം, അത് ഏതേത് മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, എന്താണ് കനപ്പെട്ട് അവിടെ മാത്രം ഇങ്ങനെ അടിങ്ങിയിരിക്കുന്നു എന്ന് രാജ്യത്തിന് അറിയണ്ടേ? ഓരോരോ വിഭാഗങ്ങൾക്ക് അറിയണ്ടേ? അവർ കിട്ടാനുള്ളത് കിട്ടണ്ടേ? രാഹുൽ, ഞാൻ പറഞ്ഞോട്ടെ, അതൊന്നുമല്ല കാര്യം. സിമ്പിളായി പറഞ്ഞാൽ ഹിന്ദുവായി വോട്ട് ചെയ്താൽ BJPക്കാണ് കൂടുതൽ ശക്തി ഉണ്ടാകുക. ഹിന്ദു ജാതിയായി വോട്ട് ചെയ്ത് അതിന്റെ കൂടെ മുസ്ലിമും കൂടെ വന്നാൽ കോൺഗ്രസിനാണ് അപ്പർ ഹാൻഡ് കിട്ടുക. ഇതാണ് പച്ച പരമാർത്ഥം. ആരെ പറ്റിക്കാനാ നമ്മൾ ഈ സംസാരിക്കുന്നത്? അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം. എനിക്ക് രാഹുൽ ഗാന്ധി ഇഷ്ടമാണ്, അതിന്റെ കുറച്ചു കാലം എനിക്ക് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ലൈൻ അല്ല, മഹാത്മാഗാന്ധിയുടെ ലൈനാണ് ശരി. മഹാത്മാഗാന്ധി ഒരു കയ്യിൽ ഹിന്ദു ഐക്യം പറഞ്ഞു, മറു കയ്യിൽ ഹിന്ദു മുസ്ലിം ഐക്യം പറഞ്ഞു. മഹാത്മാഗാന്ധി ജാതി സെൻസസ് അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണൽ അവാർഡിനെതിരെ മരണം വരെ സത്യാഗ്രഹം, ഹാഷ്മി ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തന്നാൽ ഹാഷ്മി ഓർക്കണം, മരണം വരെ സത്യാഗ്രഹം കിടന്നു. ഗാന്ധിജിയുടെ മോൻ അംബേദ്കറെ കാണുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ സിംഗ് ചെയ്യുകയാണ്, അച്ഛൻ മരണത്തിന്റെ വക്കിൽ നിൽക്കുക. അങ്ങനെ അംബേദ്കർ നമ്പൂതിരി മുതൽ നായാടി എന്ന് പറയുന്ന ഹിന്ദു ഐക്യം, സറി നമ്പൂതിരി മുതൽ നായാടി എന്ന് പറയുന്ന കേരളത്തിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്ന ഹിന്ദു ഐക്യം. ഈ പറയുന്ന എല്ലാ സ്പെക്ട്രത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അവർക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ? എന്നിട്ട് ഐക്യത്തെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടി അത് അന്തസ്സുള്ളതാവില്ലേ? ഒരു ഭാഗത്തിന് മാത്രം എല്ലാം കിട്ടുകയും വേറൊരു ഭാഗത്തിന് ഒന്നും കിട്ടാതിരിക്കുകയും അവർ എല്ലാ കാലം താഴെത്തട്ടിൽ കിടക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഐക്യത്തെ പറ്റി പറഞ്ഞാൽ അതെന്ത് വർത്താനമാണ് രാഹുൽ? അങ്ങനെയല്ല പറഞ്ഞു. നമ്പൂതിരി മുതൽ നായാടി വരെയല്ല, അതിൽ പോലും ഒരു ശ്രേണീകരണമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഹിന്ദു ഐക്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആരും, ഞാൻ അടക്കമുള്ളവർ, ശ്രേണീബദ്ധ ജാതീയതയെ അനുകൂലിക്കുന്നില്ല. എന്നാൽ സമുദായങ്ങൾ ഇന്ത്യൻ റിയാലിറ്റിയാണ്, വ്യത്യസ്ത ജാതികൾ ഇന്ത്യൻ റിയാലിറ്റിയാണ്. ഇനി അക്കാഡമിക് ആയിട്ടും കൂടെ പറയാം, അംബേദ്കർജി വിശ്വസിച്ചിരുന്നത് അനൈലേഷൻ ഓഫ് കാസ്റ്റ് ആണ്, അഥവാ ജാതികളുടെ ഇല്ലാതാക്കൽ. മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നത് ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്, അഥവാ കമ്മ്യൂണിറ്റീസിന്റെ ഒരുമവൽക്കരണം അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെയാണ് ബ്രാഹ്മണനായ മദൻ മോഹൻ മാളവിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഒരുമിച്ച് പൂനെയിലെ ഏർവാദ ജയിലിൽ വെച്ച് പൂന പാക്ട് ഒപ്പിടിയിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പൊളിറ്റിക്കൽ ആണ് ഇക്വേഷൻ. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വശത്ത് മണ്ഡൽ വരുമ്പോ മറുവശത്ത് കമണ്ടൽ വരും, ഒരു വശത്ത് കമണ്ടൽ വരുമ്പോ മറുവശത്ത് മണ്ഡൽ വരും. നിങ്ങൾ ജാതി രാഷ്ട്രീയം ഉയർത്തുമ്പോൾ നമ്മളിവിടെ ലവ് ജിഹാദ് രാഷ്ട്രീയം ഉയർത്തും, നമ്മളിവിടെ തുപ്പൽ ജിഹാദ് രാഷ്ട്രീയം ഉയർത്തുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് ജാതി രാഷ്ട്രീയം ഉയർത്തും. ഇത് രണ്ടിനും അപ്പുറമുള്ള ഒരു ഗാന്ധിയൻ സമീപനം നമുക്ക് ശരി. ഇപ്പം ദിനു, ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ശരിയാണ്. ഇപ്പം ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഈ ജാതി വിഷയത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്നു. അയ്യങ്കാൾ എന്താണ് സംസ്കൃതം പഠിക്കുന്നവൻ്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്ന തിട്ടൂരമുണ്ടായി, എന്ന പ്രഖ്യാപനമുണ്ടായി, അല്ലെങ്കിൽ എന്ന പ്രമാണമുണ്ടായി. അയ്യങ്കാളി പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ ഈ പാടത്തൊക്കെ മുട്ടപ്പൽ കൃഷി ചെയ്യും എന്ന് അയ്യങ്കാളി പറഞ്ഞു. സ്കൂളിൽ പ്രവേശിപ്പിച്ചു. കാലം മുന്നോട്ടേക്ക് ഒഴുകി, ഒരുപാട് സമരങ്ങളുണ്ടായി. ദിനു, 2024 ഒരു മാസിക RSSുമായി അനുബന്ധം, ഇപ്പോൾ അറിവാ പറയുകയാണ് പാഞ്ചജന്യ മാസികയിൽ ഒരു RSS നിലപാടല്ല എന്ന് പറയുകയാണ്. അത് ശരിയോ തെറ്റോ ആകട്ടെ,
ഒരു പ്രധാനപ്പെട്ട മാസിക RSSുമായി അടൽ ബിഹാരി വാജ്പേയി അടക്കം എഡിറ്ററായിരുന്ന മൽക്കാനി എഡിറ്ററായിരുന്ന ഒരു മാസിക പച്ചയ്ക്ക് പറയുകയാണ് ഈ പറയുന്ന ശ്രേണീബദ്ധ ജാതി വ്യവസ്ഥ രാജ്യത്തിന്റെ കരുത്താണ് എന്ന് പറയാനുള്ള കരുത്ത് കിട്ടുന്ന എവിടെ നിന്നാണ് ദിനു? ഒരു പക്ഷേ നന്ദനം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ നമ്മളെല്ലാവരും കണ്ട് ചിരിച്ചിട്ടുണ്ട്. അതിലൊരു രംഗം കുമ്പിടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെതാണത്. ഞാൻ വിചാരിക്കുന്നത് കുമ്പിടിയെ റീമേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോള് ചെയ്യാൻ ഏറ്റവും മികച്ച ആളുകൾ RSSന്റെ ചാലകന്മാരാണെന്ന് ഞാൻ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരിടത്ത് വന്നുകൊണ്ട് ജാതീയതയെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് പാഞ്ചജന്യം പോലുള്ള മാഗസിനുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് ശ്രേണീകൃത അസമത്വ വ്യവസ്ഥയെ 2024 ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുക? ഒരു മാഗസിനിൽ ഒരു പീസ് ഓഫ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായി കൊണ്ട് ആ മാഗസിൻ്റെ എഡിറ്റോറിയൽ സമിതി അംഗങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാവണം. ഈ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ സിവിൽ റൈറ്റ് ആക്ടിന്റെ 7(3) പ്രകാരം കുറ്റകരമായി കേസ് എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കുന്ന എഴുത്തുകളോ സംസാരങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ സിവിൽ റൈറ്റ് ആക്ടിന്റെ 7(3) പ്രകാരം അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്കകത്ത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് പാഞ്ചജന്യം മാസികയ്ക്ക് ഇത് പറയാൻ വേണ്ടി കഴിയുക? നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന 1 മണിക്കൂറിനിടയിൽ ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിനകത്ത് ദളിതായിട്ടുള്ള ഒരു പെൺകുട്ടി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടും എന്നുള്ളത് പൂർണ്ണമായി ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പാഞ്ചജന്യം എന്ന് പറയുന്ന മാസിക ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ ന്യായീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ ഒക്കെ ന്യായീകരിക്കുകയാണെങ്കിൽ ഇവർ അത്തരം തൊഴിലുകൾക്ക് ഇറങ്ങട്ടേനെ, ഇവർ ഇത്തരം ഓടകൾ വൃത്തിയാക്കാൻ ഇറങ്ങട്ടേനെ. ഇവർ കാളയ്ക്കൊപ്പം നുകം കെട്ടിക്കൊണ്ട് നടുപൊട്ടുന്ന രീതിയിൽ ദളിതരെയും ആദിവാസികളെയും അടിച്ച പോലെ നിൽക്കട്ടെ. ഇവർ കഴിവേറി മരങ്ങൾക്ക് മുകളിൽ കഴിവേറ്റപ്പെടട്ടെ ഇവർ എല്ലാവരും. പാഞ്ചജന്യ മാസികയിൽ ഈ ലേഖനം എഴുതിയ ആളൊക്കെ തന്നെ. അങ്ങനെ ജാതീയ വ്യവസ്ഥയെ ഇദ്ദേഹത്തിനെ പുൽകാമല്ലോ. കഴുത്തിൽ തുപ്പുന്ന തുപ്പൽ നിലത്തി വീഴാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ തൂക്കിക്കൊണ്ട് ഹിതേഷ് ശങ്കർ എന്ന് പറയുന്ന ഈ ലേഖകൻ നടക്കട്ടെ, പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ജാതീയ വ്യവസ്ഥയെ ഇദ്ദേഹത്തിന് പുൽകാൻ വേണ്ടി സാധിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം കാസ്റ്റ് സെൻസസിനെതിരെയാണ്. കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നതിനെ സാമുദായിക സെൻസസ് എന്ന് പുനർനാമീകരണം ചെയ്തുകൊണ്ട് തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഇത് വിഭജനത്തിന്റെ മാർഗമാവുക? ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നത് വിഭജനത്തിന്റെ ഭാഗമാണോ? ഇന്ത്യക്കാരായ മനുഷ്യർക്ക് റെപ്രസെന്റേഷൻ വേണമെന്നാണ് നാം പറയുന്നത്. ഇതേ അഡിക്വേറ്റ് റെപ്രസെന്റേഷന്റെ പ്രിൻസിപ്പിളാണ് ഇന്ത്യക്കകത്തെ എല്ലാ സമുദായത്തിനും കൃത്യമായ വിഭവങ്ങൾക്ക് മുകളിൽ അധികാരം വേണമെന്ന് നമ്മൾ പറയുന്നത്. ഒരൊറ്റ ഹിന്ദു ജനതയാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. എന്താണ് മാനവ വിഭവശേഷി IIT-ലെ അധ്യാപകരെ കുറിച്ച് പറയുന്നത്? 6049 അധ്യാപകരിൽ ഉള്ളതിൽ 121 പേർ മാത്രമാണ് ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളത്. ദേവസ്വം ബോർഡിൽ 97%. ഇന്ത്യക്കകത്തെ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഓക്സ്ഫാം ഇന്ത്യയുടെ കണക്ക് പ്രകാരം 99%. അൺഎയ്ഡഡ് മേഖലയിലെ ക്ലാസ് റൂമുകൾ 99% സവർണ സമുദായങ്ങൾ മാത്രം കൈയടക്കി വെച്ച് ഇരിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറി മേഖലയിലെ കണക്കും എതിരല്ല. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം സവർണ ഒളിഗാർക്കി നിലനിർത്തുന്ന സമയത്ത് എല്ലാ വിഭാഗങ്ങൾക്കും അധികാരം വേണമെന്ന് പറയുന്നത്, എല്ലാ വിഭാഗങ്ങൾക്കും വിഭവങ്ങൾക്ക് മേൽ അധികാരം വേണമെന്ന് പറയുന്നതല്ല വിഭജനം എന്ന് പറയുന്നത്. മറിച്ച് ഇന്ത്യക്കകത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന RSSന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ വിഭജിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 38(2) പ്രകാരം ഇന്റർ ഗ്രൂപ്പ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ്. 16(4) മൗലികാവകാശം പ്രകാരം അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെയുള്ള ഹിതേഷ് ശങ്കർ എന്തായാലും ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ പറ്റിയോ അതിനുവേണ്ട നൈപുണ്യെ പറ്റിയോ വാൽമീകി സമുദായത്തെ പറ്റി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ബംഗാളിലെ നെയ്ത്തുകാരെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ബംഗാളിലെ നെയ്ത്തുകാർ പരമ്പരാഗതമായി അവരുടെ ഈ നൈപുണി ഈ പറയുന്ന വീവിങ്ങിനുള്ള അല്ലെങ്കിൽ നെയ്ത്തിനുള്ള അപാരമായ കഴിവ് കാലങ്ങളായി തുടർന്നു വന്നത് കാരണം മാഞ്ചസ്റ്റർ നിർമ്മിക്കുന്ന വസ്ത്രത്തെക്കാൾ കൂടുതൽ മനോഹരമായി നമുക്കിവിടെ വസ്ത്രം നിർമ്മിക്കാൻ കഴിയുന്നു. അങ്ങനെ ഓരോരോ മേഖല കർമ്മ മേഖലകളിലെ നൈപുണി പരമ്പരാഗതമായി കൈമാറി വരുന്നതിലൂടെ ആ നൈപുണി പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ജാതി വ്യവസ്ഥ നിലനിർത്തണം എന്ന് പറയുന്ന വിവേചനം വേണം എന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ആ തൊഴിൽ മേഖലയിലെ അതിന്റെ സാമർഥ്യം, അതിന്റെ സ്മാർട്ട്നെസ് നിലനിർത്താൻ ഇത് വേണം എന്ന വേറൊരു വളഞ്ഞ വഴി കൂടി എടുക്കുന്നുണ്ടോ ദിനു? തീർച്ചയായിട്ടുമുണ്ട്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ വളരെ കൃത്യമായ ജാതിയെ കുറിച്ച് പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ അല്ല, ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്.
ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് ഒതുക്കുകയാണ് ജാതി വ്യവസ്ഥ ചെയ്യുന്നത്. അത് മാത്രമല്ല ചെയ്യുന്നത്, ഒരു കാലത്തും അദ്ദേഹത്തിന് മറ്റൊരു തൊഴിൽ ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മനുഷ്യരെ മാറ്റി തീർക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കാർഷിക അടിമകളൊക്കെ ആയിട്ട് എല്ലാ സമുദായങ്ങളിൽ നിന്നും ആളുകൾ വരട്ടെ എന്ന്, മാനുവൽ സ്കാവഞ്ചിങ്ങിനകത്തേക്ക് എല്ലാ സമുദായത്തിൽ നിന്നും ആളുകൾ വരട്ടെ എന്ന്. ഒരു ഇൻഡിവിജ്വലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന മാതൃകയാണ് എല്ലാ സമയത്തും കാസ്റ്റ് വ്യവസ്ഥ നമ്മൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അത് ഹൈറാർക്കിയിലൂടെ, ഗ്രഡേഷൻ ഓഫ് ലേബറിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ കേവലം തൊഴിലിന്റെ വിഭജനമല്ല, മറിച്ച് തൊഴിലാളികളുടെ വിഭജനമാണ് ജാതി വ്യവസ്ഥ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നെയ്ത്തുകാരിൽ നിന്ന് നാളെ ഒരു ഇന്റലക്ച്വൽ ഉണ്ടാവട്ടെ എന്ന്. ഐൻസ്റ്റീൻ ഒരു പേറ്റന്റ് ഓഫീസിലെ ക്ലർക്കായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും ക്ലർക്കായി നിൽക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? E=mc² അടക്കമുള്ള അതിനൂതനമായിട്ടുള്ള തിയറീസ് കൊണ്ടുവരാൻ വേണ്ടി ഐൻസ്റ്റീൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ തന്നെ നിൽക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന, ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവായി മാറണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി കുലത്തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇത്തരം തൊഴിലുകളുടെ ഇന്നലകളെ തിരികെ വരൂ വിളികൾക്കകത്ത് യാതൊരു വിശ്വാസവും നമ്മൾക്കില്ല. വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കകത്തും ജാതി വ്യവസ്ഥയ്ക്കകത്തും സനാതന ധർമ്മ വ്യവസ്ഥയ്ക്കകത്തും ജീവിക്കുന്ന അവസാനത്തെ തലമുറ ഞങ്ങളുടേതാകണമെന്നാണ് ഞാൻ അടക്കമുള്ള സബാൾട്ടൻ കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾ, സ്കോളേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആർ.വി. ബാബു, ഇവിടെ ഈ ജാതി ഇപ്പം മോഹൻ ഭഗവത് തന്നെ പറയുന്നു 2000 വർഷം മൃഗങ്ങളെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ്, 200 വർഷത്തെ കൂടി സംവരണം നൽകിയാൽ ഞാൻ എതിർക്കില്ല എന്ന് പറയുന്നു. 2000 വർഷം എങ്ങനെയാണ് മൃഗങ്ങളെ പോലെ കഴിയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ജാതി വ്യവസ്ഥയ്ക്ക് കീഴിലാണ്. അങ്ങനെ മൃഗങ്ങളെ പോലെ കഴിയേണ്ടി വരുന്ന ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട് എന്താണ് ഒരു മൃഗത്തിൻ്റെ പരിഗണന പോലും നൽകാത്ത ഈ സംഗതി എങ്ങനെ രാജ്യത്തെ ഏകീകരിക്കുന്നു എന്നാണ് പാഞ്ചജന്യം പറയുന്നത്. ഇപ്പോഴെങ്ങനെ ഏകീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ദളിതുകൾ ആക്രമിക്കപ്പെടുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്താൽ ദളിതുകൾ ആക്രമിക്കപ്പെടുകയാണ്. കാരണം എന്താണ്? അവരുടെ ജാതിയാണ് പ്രശ്നം, അവർ ദളിതുകളായതാണ് പ്രശ്നം. ആർ.വി. ബാബു, അപ്പോൾ ഈ സംവിധാനം എങ്ങനെ ഏകീകരിക്കപ്പെടും എന്നുള്ളതാണ് പാഞ്ചജന്യത്തിൻ്റെയും അതിൻ്റെ മഹാനായ എഡിറ്ററുടെയും കണ്ടുപിടുത്തം. ഞാനത് പറയുന്നതിന് മുൻപ് ശ്രീ രാജു പി നായർ ഈ ജാതിയെ സംബന്ധിച്ച് RSSുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. രാജു പി നായർ RSS ജാതിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, ജാതിയുടെ പേരിലുള്ള വിഭജനത്തെയും സവർണ വിഷയങ്ങളെയൊക്കെ RSS ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് രാജു പി നായർ പറഞ്ഞു വെച്ചത്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അവർണ സമുദായങ്ങൾക്കെതിരായിട്ടൊക്കെ RSS എടുത്ത നിലപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ശ്രീ രാജു പി നായർ ഡോക്ടർ അംബേദ്കറിൻ്റെ പേര് ഒന്ന് ഓർമ്മിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ അംബേദ്കറെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തത്? ഏറ്റവും പിന്നോക്കക്കാരനായ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളിൽ പ്രമുഖനായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ, ആ ഡോക്ടർ അംബേദ്കറോടുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ജാതി വ്യവസ്ഥയിൽ ഏറ്റവും പീഡനം അനുഭവിച്ച ഒരാളായിരുന്നല്ലേ ഡോക്ടർ അംബേദ്കർ? എന്തായിരുന്നു? കോൺഗ്രസ് അല്ലേ ഡോക്ടർ അംബേദ്കറെ തോൽപ്പിച്ചത്? ഡോക്ടർ അംബേദ്കറെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ? ഡോക്ടർ അംബേദ്കർക്ക് ഒരു ഭാരതരത്ന എന്നുള്ളത് കൊടുക്കാൻ പോലും നിങ്ങളുടെ സർക്കാർ തയ്യാറായോ? ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തിട്ടും ഡോക്ടർ അംബേദ്കർക്ക് കൊടുക്കാൻ നിങ്ങളുടെ സർക്കാർ തയ്യാറായോ? ഇനി നിങ്ങൾ പറയുന്നു നിങ്ങൾ പാവങ്ങൾക്കെതിരാണ്, RSS പാവങ്ങൾക്കെതിരെ ജാതി സെൻസസിലൂടെ ഈ സംവരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെതിരാണ്. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു മണ്ഡൽ കമ്മീഷനിൽ കോൺഗ്രസിന്റെ നിലപാട്? പിന്നോക്ക സംവരണത്തിന് കൊടുക്കണമെന്നുള്ള അനുകൂലമായ നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പിന്നോക്കക്കാരുടെ വക്താവായിട്ടും ഒക്കെ നിങ്ങൾ നടിക്കേണ്ട. കാരണം ഇപ്പോഴും ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാർക്ക് ഭരണത്തിൽ പങ്കാളിത്തവും അവസരവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആശയം, ഹിന്ദുത്വ ആശയം പിൻപറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളത് രാജ്കുമാർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ. അതറിയാഞ്ഞിട്ടല്ല, താങ്കൾ എത്ര പറഞ്ഞാലും ഇതൊക്കെ മറച്ചു വെച്ചിട്ടേ സംസാരിക്കൂ. അതുകൊണ്ട് ഞാൻ താങ്കളെ അത്തരം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഹാഷ്മി പറഞ്ഞ കാര്യം എനിക്കിതിവിടെ മനസ്സിലായില്ല. കാരണം ജാതിയെ മഹത്വവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ പാഞ്ചജന്യം വാരികയിൽ അത് എവിടെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പറയാമോ ഹാഷ്മി? അല്ല, ജാതി വ്യവസ്ഥ ഇന്ത്യ ഏകീകരിച്ചത് എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? പാഞ്ചജന്യം വാരികയിലെ എഡിറ്റോറിയലിന്റെ ഫുൾ ടെക്സ്റ്റ് എന്റെ കയ്യിലുണ്ട്. ജാതി വ്യവസ്ഥ ഇന്ത്യ യൂണിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് പറയാമോ? നിങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് പലതും നിങ്ങൾ ഉദ്ധരിക്കുന്ന പലതും ശ്രീ ബോംബെയിലെ ഒരു പാതിരി, ഒരു ബിഷപ്പ്, ആ ബിഷപ്പിന്റെ ലേഖനമാണ് ലൂയിസ് ജോർജ് മൈലിൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്റെ ഉദ്ധരണിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്.
ജാതിക്കോ അപ്പനെ ആപ്പുമേ എന്ന് തുടങ്ങുന്ന ആ ഉദ്ധരണിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. അദ്ദേഹമാണ് ജാതിയെ മഹത്വക്ക്, ജാതിയാണ് ഹിന്ദു യൂണിറ്റിയുടെ അടിസ്ഥാനം എന്ന് കണ്ട് ജാതിയെ തകർക്കുക. ജാതിയെ തകർത്ത് ഹിന്ദു മതവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയും. ജാതിയെ തകർക്കുന്നതോടെ ഹിന്ദു മതവുമായിട്ടുള്ള ബന്ധം തകർക്കാൻ കഴിയും. അതൊരു കൊളോണിയൽ തീമായിട്ട് കൊണ്ടുവരികയും ബ്രിട്ടീഷുകാർ അത് നടപ്പിലാക്കുകയും ചെയ്തു. ജാതിയെ തകർത്തുകൊണ്ട് ഹിന്ദുമതവുമായിട്ടുള്ള ബന്ധം തകർത്തുകൊണ്ട് സർ ജാതി എങ്ങനെയാണ് സർ ഇന്ത്യയെ യൂണിഫൈ ചെയ്തതെന്ന് പറയാമോ അങ്ങേക്ക്? കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ബ്രിട്ടീഷ് സർ ജാതി എങ്ങനെയാണ് ഇന്ത്യയെ ഏതെങ്കിലും കാലത്ത് യൂണിഫൈ ചെയ്തത്? എങ്ങനെയാണ് ശാക്തീകരിച്ചത്? എങ്ങനെയാണ് ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെ ഡിഗ്നിറ്റിയായി മാറിയത്? എങ്ങനെയാണ് ഹിന്ദു ഫ്രട്ടേണിറ്റിക്ക് കരുത്തായി മാറിയത് എന്ന് അങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് പറയാമോ? ഞാനൊരു കാര്യം പറയാം. അതായത് ജാതി ഒരുപാട് ദോഷം നമ്മുടെ നാടിന് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. ജാതിയുടെ പേരിലുള്ള വിവേചനം, ജാതിയുടെ പേരിലുള്ള വിവേചനം ഒരുപാട് ദോഷം ഹിന്ദു സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഹാഷ്മി. പക്ഷെ ഒരു കാര്യം, ജാതിയുടെ പേരിലുള്ള ഈ വിദ്വേഷം ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന അത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ള നിരവധി പഠനങ്ങളുണ്ട് ഹാഷ്മി. ഞാൻ അത്തരം പഠനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെയെങ്കിൽ മോഹൻ ഭഗവതിന് കൊടുക്കുക പഠനങ്ങൾ. അങ്ങനെയെങ്കിൽ താങ്കളുടെ കയ്യിലുള്ള ആ പഠനങ്ങൾ മോഹൻ ഭഗവതിന് കൊടുക്കൂ. 2000 വർഷമായി മനുഷ്യനെ മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞത് മോഹൻ ഭഗവതാണ്. 2000 വർഷങ്ങൾ മനുഷ്യനെ മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്തതിന് കാരണം ജാതി വ്യവസ്ഥയാണെന്ന് പറഞ്ഞ മോഹൻ ഭഗവതാണ്. അപ്പൊ അങ്ങയുടെ കയ്യിലുള്ള ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് പഞ്ചസാര പാലുമുട്ടായി ആയിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന ലേഖനങ്ങൾ അങ്ങ് മോഹൻ ഭഗവതിന് അയച്ചു കൊടുക്കൂ. ഞാൻ പറയട്ടെ, ഞാൻ അതാ പറഞ്ഞു വരുന്നേ. ബ്രിട്ടീഷുകാർക്ക് മുൻപുള്ള മുഗളന്മാർക്ക് മുൻപുള്ള ഭാരതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ ജാതി വ്യവസ്ഥയ്ക്ക് ഈ പറയുന്ന ജാതിയുമായ വിവേചനത്തിന് ഈ പറയുന്ന 2000 വർഷത്തിന് ഇപ്പുറമുള്ള ഒരു ചരിത്രമേ ഉള്ളൂ സർ. അതാണ് മോഹൻജി ഭാഗവതും പറയുന്നത്. 2000 വർഷത്തിനപ്പുറം ഭാരതത്തിന് ചരിത്രം ഉണ്ടല്ലോ. 2000 വർഷത്തിനപ്പുറമുള്ള ചരിത്രം പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം. 2000 വർഷത്തിന് ഇപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഈ പഠനം ഒന്നും ഭാരതീയരുടേതല്ല കേട്ടോ. ഈ പഠനം കാസ്റ്റ് ഓഫ് മൈൻഡ്, നിക്കോളാസ് ബി ഡെർസ്, അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയനാണ്, ആന്ത്രോപോളജിസ്റ്റാണ്, നരവംശ ശാസ്ത്രജ്ഞനാണ്. കാസ്റ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സൂസൻ ബെയ്ലെ, അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്റോറിയൻ ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ആണ്. ഓക്കെ. ഇനി പ്രീ കൊളോണിയൽ ഇന്ത്യ ഇൻ പ്രാക്ടീസ്, സിന്ധിയ ടാൽബോട്ട്, അദ്ദേഹം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്റോറിയനാണ്. എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ ഡെക്കാൻ, റിച്ചാർഡ് എം ഈറ്റന്റെ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ആരിസോണയുടെ ഹിസ്റ്റോറിയനാണ്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഇവരുടെയൊക്കെ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യം, ഭാരതത്തിന്റെ പൂർവകാല ഭാരതത്തിൽ ഈ പറയുന്ന ഇന്ന് കാണുന്ന തീവ്രതയോടെ സാമൂഹ്യാന്തരീക്ഷം കലുഷിതമായിരുന്നില്ല. ജാതികൾ തമ്മിലുള്ള കാലുഷ്യം ഉണ്ടായിരുന്നില്ല. ഈ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ സ്വന്തം ജാതിയുടെ ഒരു സ്വത്വമുണ്ടല്ലോ, അതിന് പ്രൊഫസർ KS ലാൽ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ പുസ്തകമുണ്ട്. ആ പുസ്തകം കാശിയുടെ പഠനമാണ്, ആന്ത്രോപോളജിക്കൽ പഠനമാണ് അദ്ദേഹം നടത്തിയത്. ആ പഠനത്തിൽ ഒരു ഉദാഹരണമുണ്ട് കാശ്മീർ, വളരെ ശ്രദ്ധാർഹമായ ഉദാഹരണമാണ്. ആ ഉദാഹരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം, കാശിയില് ഗംഗാതീരത്ത് ശവദാഹം നടത്തുന്നത് ഡോം വംശജരാണ്. അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, ഡോം വംശജരാണ്. ആ ഡോം വംശജരായിട്ടുള്ള ആളുകൾ മിഷണറിമാരുടെ സ്വാധീനം കൊണ്ട് മതം മാറി ക്രിസ്ത്യാനി ആയിട്ടുണ്ട് കുറെ പേര്. അതിലൊരാള്, അവരുടെ കുടുംബത്തിലൊരാൾ മരിച്ച സമയത്ത് അവര് മൃതദേഹം ദഹിപ്പിക്കുന്ന ചടങ്ങിലേക്ക് കടന്നപ്പോൾ KS ലാലിന്റെ പുസ്തകം പറയുകയാണ്, കടന്നപ്പോൾ പാതിരി വന്നിട്ട് പറഞ്ഞു, അല്ല നമുക്ക് ദഹിപ്പിക്കുകയല്ല കുഴിച്ചിടുകയാണ് വേണ്ടതെന്ന്. ആ സമയത്ത് ആ ഡോം ജാതിയിൽപ്പെട്ട ആള് പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ വന്നു, ഞങ്ങളുടെ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, ക്രിസ്തുമതം വിശ്വാസിയാണെന്ന് പറഞ്ഞു, ഓക്കെ, പക്ഷേ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ധർമ്മം വിടിയാൻ ഞങ്ങൾ തയ്യാറല്ല. ഓരോ ജാതിരുന്ന ചില അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങൾ അവിടെ ഹാഷ്മി, ഞാൻ പറയാം, ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. വളരെ നീണ്ട പ്രസംഗം നടത്താൻ രാജു പി നായർക്ക് അവസരം കൊടുത്തല്ലോ. അപ്പോ ഈ ഒരു കാര്യമുണ്ട്. അതായത്
ജാതിയും അതേപോലുള്ള ഘടകങ്ങളും ഒക്കെ മതവുമായിട്ട് അതിനെ ഘടിപ്പിച്ച് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പഠനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഈ ജാതി, അതായത് കൊളോണിയൽ കൺസെപ്റ്റ് അനുസരിച്ച് ജാതികളെ ഭിന്നിപ്പിക്കുക, അതുവഴി ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ സതുദ്ദേശമല്ല, സതുദ്ദേശപരമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണ്ഡൽ കമ്മീഷനെ പിന്തുണയ്ക്കാതെ കമ്മീഷനെ 10 വർഷക്കാലം എന്ത് ധാർമ്മികതയാണ് പറയാനുള്ളത്? മണ്ഡൽ കമ്മീഷൻ സംഘപരിവാർ നിലപാടെന്തായിരുന്നു? ശരി, ദിനു, ഇപ്പൊ അപ്പൊ അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ഈ മുഗളന്മാർ വരുന്നതിന് മുൻപ് നിലപാടുണ്ടായിരുന്നു. ശരി, ഈ മുഗളന്മാർ വരുന്നതിന് മുൻപ് മാനുവൽ സ്കാവിംഗ് നടത്തുന്ന സമുദായം അത് നടത്തുന്നു, തോലൊരുക്കുന്ന സമുദായം അത് നടത്തുന്നു, എല്ലാം നടത്തുന്ന അങ്ങനെ. പക്ഷേ എല്ലാം പരസ്പര ഹാർമണി. എന്താ നിക്കോളാസ് ബെയ്ലി, സൂസൻ ബാരി, നിക്കി ഹാലെ, സിന്തറ്റിക് ടാൾബോർട്ട്, അങ്ങനെ കുറെ ആളുകൾ എഴുതിയിട്ടുണ്ട് ദിനു. അപ്പോൾ മുഗളന്മാർ വന്ന് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്കാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാമന്റെ രാജ്യമായിരുന്നെങ്കിൽ ശംഭൂകന്റെ ഗതിയായിരിക്കുമല്ലോ എനിക്ക് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റ് ടെക്സ്റ്റുകളിലേക്കൊന്നും പോകണ്ട. ഇന്ത്യയുടെ പാസ്റ്റ് ഗ്ലോറിഫൈഡ് പീരീഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പറഞ്ഞിട്ടുണ്ട് എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരു ഇതും പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. ശ്രീനാരായണ ധർമ്മ പുറത്തു വന്നതാണ്. വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ വാൽമീകി അല്ല എവിടെ പറഞ്ഞു പറ. അങ്ങനെ പാസിംഗ് റിമാർക്സ് അടിച്ച് പോകാൻ സമ്മതിക്കില്ല. ഞാൻ സംസാരിച്ച് തീരട്ടെ. നിങ്ങളിങ്ങനെ ശുദ്ധ നുണ പറഞ്ഞങ്ങനെ പോവല്ലേ? നിങ്ങൾ പറയൂ. കൃത്യമായിട്ട് തന്നെ പറയും. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ പറയാൻ സമയം തരും. പറഞ്ഞോട്ടെ, പറയൂ. വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ ഹിന്ദു എന്നത് ഒരു മതമേ അല്ലല്ലോ എന്ന് കൃത്യമായി പറയുകയും ആ ആർട്ടിക്കിളിനകത്ത് അന്നത്തെ ആശ്രമത്തിനകത്തുള്ള ആളുകൾ റെക്കോർഡിക്കലായി തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി ശ്രീനാരായണ ഗുരു പറഞ്ഞ എവിഡൻസ് ഉണ്ട്. ഡോക്ടർ ജി മോഹൻ ഗോപാൽ അടക്കമുള്ള ഇപ്പത്തെ ശ്രീനാരായണ മാനവധർമ്മ പരിപാലന സംഘത്തിന്റെ ആളുകൾ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ റെക്കോർഡിക്കലായിട്ട് പറയുന്നുമുണ്ട്. അടുത്തത് കൃത്യമായി കൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. അതിന് മറുപടി പറയണം. കൃത്യമായ റെഫറൻസ് തരാം. ഇന്ത്യയുടെ രാമായണത്തിന്റെ അകത്ത് ശംഭൂകർ വളരെ കൃത്യമായ റിമാർക്കിനുള്ള റെഫറൻസ് തരാം ചർച്ചയ്ക്ക് തീരുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ. ദിനു ഒരു വിദ്യാർത്ഥിയാണ്, ഗവേഷകനാണ്. ഈ കൂട്ടത്തിൽ പാനലിൽ നമ്മളെക്കാൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞ റിമാർക്കിന് കൃത്യമായി ഞാൻ റെഫറൻസ് തരാം എന്ന് പറഞ്ഞല്ലോ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. പിന്നെ എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യയുടെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പാസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായി ഒരു പക്ഷേ ബൗദ്ധ കാലഘട്ടത്തിലോ സംഘ കാലഘട്ടത്തിലോ കൃത്യമായിക്കൊണ്ട് ഐന്തിണകൾ നിലനിൽക്കുകയും കൃത്യമായിക്കൊണ്ട് സമുദായങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ നമ്മൾ മറ്റ് ദ്രവീഡിയൻ ഭാഷകൾ എടുത്തു കഴിഞ്ഞാൽ ജാതി എന്ന് സാധനത്തിനെ ഇക്വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദം പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമായിരുന്നു ഉണ്ടായത്. മറിച്ച് ജാതി എന്ന് പറയുന്ന മൊമെന്റ് തൊട്ട് അത് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഇൻഇക്വാലിറ്റി ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ പുരുഷ സൂക്തത്തിനകത്ത് ഭാഗവത പുരാണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഖം ഉത്തമാംഗം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി മുഖത്തിൽ നിന്ന് വന്നവർ ഉത്തമന്മാരാണെന്നും പാദത്തിൽ നിന്ന് വന്ന ശൂദ്രർ മോശക്കാരാണെന്നും കൃത്യമായി പറയുന്നുണ്ട്. വ്യവഹാരമാലയ്ക്കകത്ത് കർമ്മബ്രാഹ്മണ്യത്തെ പ്രിൻസിപ്പളിനെ കുറിച്ച് പറയുന്നത് ശൂദ്രനോ അധമ ജാതികളോ ബ്രാഹ്മണനെ പോലെ പൂണൂലിട്ട് നടന്നു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്തരം ടെക്സ്റ്റിലൊക്കെ കാണുന്നത്. അപ്പം ഇന്ത്യക്ക് ഉള്ള ഒരു ഗ്ലോറിഫൈഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുദ്ധ പാരമ്പര്യം നിലനിന്നിട്ടുണ്ടായിരുന്ന ദ്രവീഡിയൻ പാരമ്പര്യം നിലനിന്നിട്ടുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കാത്ത ഘട്ടത്തിലാണ് ഇന്ത്യ കൃത്യമായിട്ട്
ജനാധിപത്യത്തെ പേറിയിട്ടുള്ളത്. മറ്റെല്ലാ ഘട്ടത്തിനകത്തും ബ്രിട്ടീഷുകാർക്ക് മുമ്പും മുഗൾമാർക്ക് മുമ്പും വളരെ കൃത്യമായി കൊണ്ട് ഇന്ത്യക്കകത്തുള്ള സവർണ ഹിന്ദു രാഷ്ട്രീയം വളരെ കൃത്യമായി കൊണ്ട് ഇന്ത്യക്കകത്തെ ദളിതരെയും ആദിവാസികളെയും OBC പിന്നോക്ക വിഭാഗങ്ങളെയും അടിച്ചമർത്തിയതിന്റെ ചരിത്രമാണ് നമ്മൾക്കുള്ളത്. അത്തരത്തിൽ ഗ്ലോറിഫൈഡ് പാസ്റ്റ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിന്റെ ചെയ്തികളെ, ബ്രാഹ്മണിക് ഹെജിമണി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ചെയ്തികളെ അംഗീകരിച്ചു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. രാജു പി നായർ, നമ്മളതിൻ്റെ സാമ്പിൾ കണ്ടത് ബീഹാറിലാണ്. ബീഹാറിൽ ജാതി സെൻസസിൻ്റെ ആദ്യഘട്ട വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. അതിനുശേഷം ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുണ്ടായിരുന്നു. ആദ്യഘട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾ കൂടി ചേരുമ്പോൾ 63% ബീഹാറിൻ്റെ ജനസംഖ്യ. എത്രയാണ് 63%? എന്നാൽ പ്രാതിനിധ്യം നോക്കിയാലോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ എന്നാൽ പുറത്തു വന്ന കണക്കുകൾ വളരെ കുറച്ച് ഫിഗേഴ്സ് മാത്രം നോക്കിയാൽ പോലും മാരകമായ അന്തരമാണുള്ളത്. ബീഹാറിലെ മാത്രം ആദ്യഘട്ടം മാത്രം. രാജ്യം മൊത്തം അങ്ങനെ കണക്കെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന പിന്നാക്ക വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അവൻ്റെ വിഭവങ്ങളുടെയും കണക്ക് നോക്കുകയാണെങ്കിൽ അത് താങ്ങാവതാവില്ല. അതിന് ഏത് രീതിയിലും ചെറുക്കാൻ BJP സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു തർക്കവുമില്ല. രാജു പി നായർ, അതിന് ഇനി പഴയ ജാതിബദ്ധ ശ്രേണി വ്യവസ്ഥ വേണം എന്നതോ അതിലപ്പുറമോ മനുസ്മൃതി വേണോ ഒന്നുപോലും പാചകജന്യം എഴുതും. രാജു പി നായർ. അല്ല, അത് തന്നെയാണ് ഹാഷ്മി പ്രശ്നം. അധികാരം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അത് 150 വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്രേണീകൃത ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചാണെങ്കിലും ഇന്നത്തെ ആണെങ്കിലും പ്രശ്നം അത് തന്നെയാണ്. ആ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയം തന്നെയാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ജാതി സെൻസസ് പറയുമ്പോഴത്തേക്ക് ജാതിയെ വിഭജിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണത് ജാതീയമായിട്ടുള്ള വിഭജനമായി മാറുന്നത്? ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവകാശം വേണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിഭാഗീയതയായി മാറും? ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ വേണം. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷമുള്ള ബജറ്റ് ഉൾപ്പെടെ മുതലുള്ള നമ്മുടെ പദ്ധതികൾ ഉൾപ്പെടെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമുക്ക് SCPകളുണ്ട്, സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻസ് ഉണ്ട്. ആ സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തുള്ള ഏകദേശം 10% താഴെ മാത്രം വരുന്ന സവർണ ഹിന്ദുക്കളുടെ താല്പര്യപ്രകാരം ഈ രാജ്യത്തുള്ള വിഭവങ്ങൾ വിഭജിച്ചാൽ അത് അവരോട് ചെയ്യുന്ന ബാക്കി വരുന്ന ഏകദേശം 73% വരുന്ന SC ST OBC ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുമുണ്ട്, അവരോട് ചെയ്യുന്ന അനീതിയല്ലേ? ഈ അനീതി ഇല്ലാതെയാക്കപ്പെടണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിഭാഗീയതയാവുന്നത്? എന്തുകൊണ്ടാണ് ജാതി പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതി പറയാതിരുന്നാൽ ജാതി ഇല്ലാതെയാവുന്നുള്ള തെറ്റായ ധാരണയിലാണ് ഇവർ മുഴുവൻ നിൽക്കുന്നത്. ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ജാതി പറയാതിരുന്നാൽ ജാതി ഇല്ലാതെയാവില്ല. അങ്ങനെ ജാതി ഇല്ലാതെ പറയാതിരുന്നാൽ ജാതി ഇല്ലാതെ ആവണമെങ്കിൽ ഇന്ത്യയിൽ എന്നേ ജാതി ഇല്ലാതെ ആവണമായിരുന്നു. ഇന്നും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് IAS കിട്ടിയാൽ ഡോക്ടറായാൽ നമുക്ക് വാർത്തയാണ് ഹാഷ്മി, ഇല്ലേ? എങ്ങനെയാ നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഡോക്ടറായാൽ അല്ലെങ്കിൽ IAS കിട്ടിയാൽ എങ്ങനെയാ അത് വാർത്തയാകുന്നത്? അത് വാർത്തയാകുന്നതിന്റെ കാര്യം അത്രമാത്രം പിന്നോക്ക അവസ്ഥയിൽ നിന്നാണ് അവർ വരുന്നത് എന്നുള്ളതാണ്. ആ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം, അതല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പദ്ധതികൾ വിഭജിക്കുമ്പോൾ, വിഭവങ്ങൾ വിഭജിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് വേണം. ആ കണക്കാണ് പറയുന്നത്. ആ കണക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ജാതി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഗാന്ധിജി പറഞ്ഞ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പരിഗണന? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പരിഗണന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ നരേന്ദ്രമോദി ആണെങ്കിൽ ഞങ്ങൾ 15 ട്രില്യൺ എക്കോണമിയായി മാറും എന്ന് പറയുമായിരുന്നു. പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊപ്പണം, അതാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണന. ആ പരിഗണനയാണ് ഞങ്ങളുടെ പരിഗണന. അതല്ലാതെ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാതെയാവുമെന്നുള്ള മിഥ്യാധാരണയല്ല. ജാതി ഇല്ലാതെയാവണമെങ്കിൽ ആ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഈ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളിൽ, ഈ രാജ്യത്തെ വിഭവങ്ങളിൽ അർഹതയില്ലാതെ വരുന്ന മനുഷ്യർക്ക് അവകാശം നൽകി അവരെ മുഖ്യധാരയിലെത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സംവരണം നടപ്പാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് മഹാത്മാഗാന്ധിയുടെ നയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സംവരണം നടപ്പാക്കിയത്? ആ സംവരണം നടപ്പാക്കിയപ്പോഴും ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത്? ഇക്വാലിറ്റി അല്ല നമ്മുടെ അടിസ്ഥാന തത്വം. നമ്മുടെ അടിസ്ഥാന തത്വം ഇക്വിറ്റിയാണ്.
ഇക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് നടത്തുന്ന ശ്രമം ഈ ജാതീയ വ്യവസ്ഥയെ നിങ്ങൾ ശ്രമിക്കണം, ആ ജാതീയ സെൻസസിനെയും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കുമുള്ള ആവശ്യത്തെ അട്ടിമറിക്കാനാണ്. ഇക്വിറ്റിയാണ് വേണ്ടത്, ഇക്വിറ്റി. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗക്കാർക്കും പ്രത്യേകമായ പരിഗണന നൽകിയത്. കേൾക്കുന്നുണ്ടോ? മറുപടി സംസാരിക്കല്ലേ പ്ലീസ്, ദയവേത് അതിനിടയ്ക്ക് സംസാരിക്കല്ലേ. ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ആ ഇക്വിറ്റിയാണ്, സാമൂഹിക നീതിയാണ്. ആ സാമൂഹിക നീതി നടപ്പാക്കണമെങ്കിൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് വെൽത്ത് നമുക്ക് സാധ്യമാക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ എക്സ്റേ ഉണ്ടാവണം. ആ എക്സ്റേ നടപ്പാക്കുന്നത് ജാതി സെൻസസ് ആണ്. ആ ജാതി സെൻസസിൽ ഓരോ വിഭാഗത്തിനും ഇത്ര പേരുണ്ട്, അവരുടെ ഇന്നത്തെ അവസ്ഥ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ നടക്കണം. നിങ്ങൾ വലിയ കാര്യത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ദുർവ്യാഖ്യാനം ചെയ്ത് ഈ രാജ്യത്തുള്ള ജനങ്ങളോട്, സവർണ ഹിന്ദുക്കളുടെ കെട്ടുതാലി അഴിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, റീഡിസ്ട്രിബ്യൂഷൻ. ആ റീഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യയിൽ നടക്കണം. അത് ഇന്നത്തെ നാടിന്റെ ആവശ്യമാണ്, ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ്. അത് നടക്കാൻ പാടില്ല. മറിച്ച് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ സവർണ ഹിന്ദുക്കളുടെ കയ്യിൽ മാത്രം അധികാരം നിൽക്കണം. അതിവിടുത്തെ ദളിതനും ന്യൂനപക്ഷനും കൊടുക്കരുത് എന്നുള്ള ആ അധികാരത്തിന്റെ ആ തർക്കമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി സെൻസസിനെ ഇവർക്ക് എതിർക്കാൻ പറ്റാത്തപ്പോൾ പോലും ജാതി സെൻസസ് നടപ്പാക്കാൻ പറ്റാതിരിക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കട്ടെ. നിതീഷ് കുമാർ ഉണ്ടല്ലോ, ഇന്ന് ഈ സർക്കാരിനെ താങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി പരാന്നഭോജിയായ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ ചുമലിൽ താങ്ങിയല്ലേ? ശ്രീ രാഹുൽ, ഞാൻ പറയട്ടെ, അതിനുശേഷം അങ്ങേക്ക് പറയാലോ. ആ നിതീഷ് കുമാറിന്റെ ചുമലിൽ താങ്ങിയല്ലേ നിൽക്കുന്നത്? ആ ചുമലിൽ താങ്ങി നിൽക്കുന്ന നിതീഷ് കുമാറാണ് ബീഹാറിൽ ജാതി സെൻസസ് നടപ്പാക്കിയത്. ഇന്ന് രാജ്യത്തിന് മുഴുവൻ മാതൃകയായി, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ജാതി സെൻസസ് നടപ്പാക്കിയ നിതീഷ് കുമാർ താങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദിയാണ്. എന്തുകൊണ്ട് ഈ ഗവൺമെന്റിന് പറയാൻ കഴിയുന്നില്ല ജാതി സെൻസസ് നടപ്പാക്കണം ഒന്നുകിൽ, അതല്ലെങ്കിൽ ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ല? കോടതിയിൽ പോയത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു. ബി.ജെ.പി. നടപ്പാക്കണമെന്നോ നടത്തണമെന്നോ ഉറച്ചു പറയുന്നില്ലെങ്കിലും കോടതിയിൽ പോയത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു. ഞാൻ രാഹുൽ ഈശ്വറിനെ കണ്ടു. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പൊ താങ്കൾ പറഞ്ഞു ഹിന്ദുത്വ ഉയർത്തുമ്പോൾ അതിന് ബദലായി ഉറപ്പായും പൊളിറ്റിക്സ് ഉണ്ടെന്നേ. ഇപ്പൊ ഞാൻ പറയുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ലവ് ജിഹാദും ട്രിപ്പിൾ ജിഹാദും ഒക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ അത് പൊളിക്കാൻ അത് കൊണ്ടുവന്നാൽ ഒന്ന് കേൾക്കൂ. ആ പ്രൊജക്ട് പൊളിക്കാൻ രാഷ്ട്രീയ തന്ത്രം എന്ന് തന്നെ വെക്കൂ. ഇപ്പോ എന്താണ്, അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നു, ജാതി ഏതാണെന്ന് അറിയാത്ത ആളാണ് അധിക്ഷേപിക്കുന്നു. താക്കൂർ നേരത്തെ ഗോലിമാരോ സാലോങ്കോ എന്നൊക്കെ തെറി പറഞ്ഞ ആളാണ്, അദ്ദേഹം അത് പറയും. ആ ചർച്ചയുടെ തുടർച്ചയിൽ ഖാർഗെ പറയുകയാണ്, യെസ് ഐ ആം ആൻ ഇന്ത്യൻ ആൻഡ് എ ദളിത് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി വി ആർ. യെസ് ഐ ആം ട്രൈബൽ ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി വി ആർ. യെസ് ഐ ആം OBC ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി വി ആർ. ടുഡേ വി ഓൾ നീഡ് ടു അസസ് വാട്ട് അവർ കോൺട്രിബ്യൂഷൻ ഇൻ ദ പ്രോഗ്രസ് ഓഫ് ദിസ് കൺട്രി എന്നറിയണം, എത്ര കിട്ടിയെന്നറിയണം, എത്രയാണ് അനുപാതം എന്നറിയണം. അതെങ്ങനെയാണ് തകർക്കലാവുക? രാഹുൽ, 60 സെക്കൻഡ് ഇന്ററപ്റ്റ് ചെയ്തു. എത്രയ്ക്ക് സത്യം? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കമണ്ടലിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ മണ്ഡലിന്റെ രാഷ്ട്രീയം കൊണ്ട് വെട്ടാൻ നോക്കുകയാണ്. നാളെ മണ്ഡലിന്റെ രാഷ്ട്രീയത്തെ കമണ്ടലിന്റെ രാഷ്ട്രീയം കൊണ്ട് വെട്ടാൻ നോക്കും. നിങ്ങൾ ഇവിടെ ജാതി ഉയർത്തുമ്പോൾ മറ്റേടത്ത് മതം ഉയർത്തും, അവിടെ മതം ഉയർത്തുമ്പോൾ നിങ്ങൾ ജാതി ഉയർത്തും. ഇത് രണ്ടും കൂടെ നമ്മുടെ നാടിനെ ഇല്ലാതാക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടിനും അപ്പുറമാണ് ഗാന്ധിയുടെ രാഷ്ട്രീയം. എക്സാക്ട്ലി ഇതേ വിഷയമാണ്. അതായത് കാസ്റ്റ് സെൻസസിന്റെ മറ്റൊരു രൂപമായ കമ്മ്യൂണൽ അവാർഡിലാണ് മഹാത്മാഗാന്ധി ജാതീയമായി ഹിന്ദുക്കളെ വിഭജിച്ചാൽ ഞാൻ മരണം വരെ സത്യാഗ്രഹം കിടക്കുമെന്ന് പറഞ്ഞ് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ പേര് പെരിയമൻ ഇല്ലത്ത് രാഹുൽ ഈശ്വർ നമ്പൂരി എന്നാണ്. ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എനിക്ക് ഡിനുവിനോട് വലിയ സ്നേഹവും ഇഷ്ടവുമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അംബേദ്കർ നമ്മുടെ തലവല്ലി പൊളിക്കുന്നില്ലല്ലോ, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തുനിന്നുള്ള ആത്മനിയന്ത്രണമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഗുരുദേവനെ കുറിച്ച് കള്ളം പറയുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പോലത്തെ യുഗപുരുഷനായ ഹിന്ദു സന്യാസിയായ നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യൂണിഫയർ ശംഭൂകന്റെ അവസ്ഥ തനിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞതൊന്നും ശ്രീനാരായണ ഗുരുദേവനെ കോട്ട് ചെയ്ത് കള്ളം പറയുന്നത് ധാർമ്മികമല്ല. ശരിയാണ്, ഞങ്ങളുടെ അടക്കം ഭാഗങ്ങളിൽ തെറ്റായിട്ടുണ്ട്, ഒരുപാട് ചരിത്രത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ജാതീയത നമ്മുടെ ഇടയിൽ നിന്ന് തെറ്റ് തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷേ ആ ജാതീയതയുടെ പേരിൽ ഇന്നും പരസ്പരം രണ്ട് കാര്യം
രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം SNDP പുറത്തിറക്കിയിട്ടുള്ള ശ്രീനാരായണ വൈഖരി എന്ന് പറയുന്ന പുസ്തകമാണ് ഇതിന്റെ റെഫറൻസ്. രണ്ട്, ഒരുപക്ഷെ രാഹുലിനെ പോലുള്ള ആളുകളോട് ഇടയ്ക്കിടയ്ക്ക് ബ്രാഹ്മണൻ എന്ന് പറയുന്ന രാഹുൽ അടക്കമുള്ള ആളുകളോട് അംബേദ്കർ പറഞ്ഞ അനിഹിലേറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞത് മാത്രമേ തിരിച്ചു പറയാനുള്ളൂ. ഇട്ട ജാതി വ്യവസ്ഥക്കെതിരെയാണ് RSS അടക്കമുള്ള ആളുകളെങ്കിലും ഏത് ബുക്കിൽ എന്ന് പറയാണ് ഉനയിൽ, ഹത്രാസിൽ, രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി വരട്ടെ. ഒരുപക്ഷെ മനുസ്മൃതി ദഹൻ ദിവസം അംബേദ്കർ നടത്തുന്ന മനുസ്മൃതി ദഹൻ ദിവസം കൂടെ ആഘോഷിക്കാൻ വേണ്ടി RSS ഏത് പ്രസാധകർ എഴുതിയ ഏത് ബുക്കിൽ എവിടെ പറഞ്ഞു എന്നാ കൃത്യമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് നോക്കാം. കേരള കൗമുദി പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ വൈഖരി, കേരള കൗമുദി പ്രസിദ്ധീകരിച്ച നാരായണ ഗുരുദേവനെ കുറിച്ച് പലരും എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞെടുത്തിട്ട് നാരായണ ഗുരുദേവന്റെ ചുമലിൽ ചാർത്താൻ പറ്റുമോ? ഗുരുദേവൻ രാഹുൽ ഈശ്വർ അതിന്റെ റെഫറൻസ് ചോദിക്കുകയാണ്. അതിന്റെ റെഫറൻസ് കൊടുക്കാൻ ദിനു നമുക്ക് നോക്കാം. വ്യക്തിപരം എനിക്ക് അറിവില്ലാത്ത അത് നമുക്ക് ഇല്ല. റെഫറൻസ് പറയാണ്. അല്ല, ദിനു റെഫറൻസ് പറയാണ്. ആരാണ് പ്രസാധകൻ, ആരിറക്കിയ ബുക്കം, ആരിറക്കിയ പുസ്തകം, ഏത് പ്രസ്ഥാനം ഇറക്കിയ പുസ്തകം പറയാണ്. നമുക്ക് എന്തായാലും നോക്കാം. അല്ല, വ്യക്തിപരമായി എനിക്ക് വ്യക്തിപരം എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതാണ്. ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞു. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും നമുക്ക് വൈഖരി എന്തായാലും നോക്കാം. ശരി, ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും റെഫറൻസ് പറയുന്നുണ്ട് ഇതിനും. ഓക്കെ, ശരി, നമ്മുടെ സമയം കഴിയുകയാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർ ദിവസങ്ങൾ തുടരും എന്നായിരുന്നു ഒരു തർക്കമില്ല. കാര്യം ജാതി സെൻസസ് എന്ന ആവശ്യത്തിൽ സഭയിലടക്കം പ്രതിപക്ഷം ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ തുടരും എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.